ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് ചോറിന് കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡിന് കൂടെയും ഒക്കെ വളരെ രുചികരമായി കഴിക്കാവുന്ന മുട്ട കൊണ്ട് തയ്യാറാക്കുന്ന എഗ് ബുർജിയാണ്. നമ്മുടെ വീടുകളിൽ സാധാരണ ഉണ്ടാകുന്ന 3-4 ചേരുവകൾ മാത്രം മതി ഇത് തയ്യാറാക്കുവാൻ. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടമാകും. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിനായി ഒരു പാനിലേക്ക് ഒരു 3-4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 2 വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇത് നന്നായി ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ഏകദേശം ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഉള്ളി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില ചെറുതായി അരിഞ്ഞത് എന്നിവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെയൊക്കെ ഒന്ന് പച്ചമണം പോകുന്നത് വരെ ഒന്ന് ചെറുതായി ഇളക്കി കൊടുക്കുക. ഏകദേശം 2 മിനിറ്റ് നേരം ഇളക്കി കൊടുക്കുമ്പോഴേക്കും ഇതുപോലെ നന്നായി വഴന്നു വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം തക്കാളി ഒന്ന് നന്നായി വഴന്നു വരുന്നത് വരെ ഇതുപോലെ ചെറുതീയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ തക്കാളിയും നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് ഈ മസാലപ്പൊടികളുടെയൊക്കെ പച്ചമണം പോകുന്നത് വരെ ഒരു 2 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുവാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ മസാലപ്പൊടികൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് 4 മുട്ടയാണ്. ഈ മുട്ടയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് നന്നായി പതപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ഈ പതപ്പിച്ചെടുത്ത മുട്ട മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് മസാലയിലേക്ക് മുഴുവനായി ചേർത്ത് കൊടുത്തതിന് ശേഷം തീ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു 3-4 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുവാൻ ശ്രദ്ധിക്കുക. ഇത് ഒരിക്കലും അടിയിൽ പിടിക്കുവാൻ സമ്മതിക്കരുത്. 3-4 മിനിറ്റ് ഇളക്കിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. 3-4 മിനിറ്റ് ആകുമ്പോഴേക്കും ഏകദേശം ഇതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ എഗ് ബുർജി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ എഗ് ബുർജിയുടെ റെസിപ്പി എല്ലാവരും ചെയ്ത് നോക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടമാവും. നിങ്ങൾക്ക് ചോറിന് കൂടെയും അങ്ങനെ ഏത് വിഭവങ്ങളുടെ കൂടെയും വളരെ രുചികരമായി കഴിക്കാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. വീണ്ടും മറ്റൊരു പുതിയ വീഡിയോവുമായി കാണും വരേക്കും ബായ്.